സർ, 2025-26 വർഷത്തേക്കുള്ള ബജറ്റിലെ മേൽ നിർദ്ദേശിച്ചിട്ടുള്ള ഈ ധനാഭ്യർത്ഥനകളെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ്. സർ, ഉപരോധ സമാനമായ ഒരു സാഹചര്യത്തെയാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത്. ആ സാമ്പത്തികമായ ഉപരോധ സമാനമായ സാഹചര്യങ്ങളെ മറികടന്ന് ഒരു നവകേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള ശക്തമായ, ഏറ്റവും സമഗ്രമായ, സർവതലസ്പർശിയായ കാര്യങ്ങൾക്കാണ് ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങൾ. ഇവിടെ കേരളമെന്ന നമ്മുടെ നാടിനെ, ഈ രാജ്യത്തെയും ലോകത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമെന്ന നിലയിൽ ഇന്നത്തെ കാലം ആഗ്രഹിക്കുന്ന വികസനങ്ങളെ ഏറ്റവും സമസ്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളാണ് ഈ ബജറ്റിൻ്റെ ഭാഗമായും ഇന്നിവിടെ ഈ വർഷത്തെ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ടുള്ള വകുപ്പുകളുടെ കാര്യത്തിലുമൊക്കെ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ. സർ, റവന്യൂ മേഖലയിൽ ഈ ഗവൺമെൻറ്, ബഹുമാനപ്പെട്ട മന്ത്രി രാജൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ അതിശക്തമായ ആധുനികവൽക്കരണവും സമഗ്രമായ പരിഷ്കാരങ്ങളുമാണ് ആ വകുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. പട്ടയത്തിന് വേണ്ടി കേരളത്തിലെ സാധാരണ മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പട്ടയ വിതരണം എന്ന ചരിത്ര നേട്ടത്തിലേക്കാണ് റവന്യൂ വകുപ്പും ഈ ഗവൺമെന്റും കാലെടുത്ത് വയ്ക്കുന്നത്. 1,80,887 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഈ കേരളത്തിൽ ഏറ്റവും ഹിസ്റ്റോറിക്കലായിട്ടുള്ള, പട്ടയത്തിന്റെ പേരിൽ സാധാരണ മനുഷ്യർ, കുടുംബങ്ങൾ അവരുടെ ഭൂമികൾ അവകാശികളായി മാറാൻ വേണ്ടി നടത്തിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾക്ക് വലിയ പിന്തുണയായി ആ നിലപാട് മാറി. ഡിജിറ്റൽ സർവേ, ഭൂമി എന്നത് ചിതറിക്കിടക്കുന്ന ഭൂമി, ആധുനിക സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സഹായത്തോടുകൂടി ഡിജിറ്റൽ സർവേ ഏറ്റവും ശാസ്ത്രീയമായി, ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായി അത് നടപ്പിലാക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. സാർ, MLA-മാരെന്ന നിലയിൽ നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന നിലയിൽ MLA-മാരുടെ റവന്യൂ അസംബ്ലി ജില്ലാ തലത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വിളിച്ച് ആ മണ്ഡലത്തിലെ പട്ടയങ്ങളുടെ, ആ മണ്ഡലത്തിലെ റവന്യൂന്റെ വിഷയങ്ങൾ അതെല്ലാം ഓരോ വർഷവും കേട്ടുകൊണ്ട് അതിടപെടാൻ രാജൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ പരിശ്രമം അഭിമാനകരമായിട്ടുള്ള, MLA-മാരെന്ന നിലയിൽ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ കാണിക്കുന്ന ഇടപെടൽ ഏറെ മാതൃകാപരമാണ് എന്നത് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. എന്റെ ഭൂമി എന്ന ആശയത്തെ സംയോജിതമായി ഒരു നമുക്കറിയാം, വലിയ ഭൂമിയുള്ള ആളൊന്നുമല്ല നമ്മുടെ നാട്ടിലുള്ളത്. എന്നാൽ ആ ഭൂമിയുടെ കൃത്യമായ അവർക്കുള്ള അവകാശം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിക്കുന്ന നിലയിൽ റവന്യൂ വകുപ്പിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഭവന നിർമ്മാണ മേഖലയിലും ആധുനികമായ കാഴ്ചപ്പാടോടുകൂടി റവന്യൂ വകുപ്പ് നിർദ്ദേശിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ, റവന്യൂ എന്നത് ഏറ്റവും സാധാരണക്കാരന് അവനെ ചേർത്ത് നിർത്താൻ കഴിയുന്ന നിലയിൽ മികച്ച പരിഷ്കാരങ്ങളാണ് ആ വകുപ്പിൽ നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സർ, ടൂറിസം മേഖലയിൽ കോവിഡിന് ശേഷം നാം കോവിഡ് കാലത്ത് നാം വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തിയ ടൂറിസം ഡിപ്പാർട്ട്മെന്റും ആ വകുപ്പും ഗവൺമെന്റും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു വലിയ ഇടപെടൽ, അത് ടൂറിസം നമ്മുടെ കോവിഡ് കാലത്തിന് ശേഷം ഒരു വലിയ ഒഴുക്കാണ് ആഭ്യന്തര ടൂറിസത്തിന്റെ മേഖലയിൽ ഉണ്ടായത്, വിദേശ സഞ്ചാരികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കാര്യത്തിലുണ്ടായത്. നമ്മുടെ ടൂറിസം മേഖലയെ, കേരളത്തിന്റെ ടൂറിസം രംഗത്ത് സമഗ്രവും ആധുനികവുമായ കാഴ്ചപ്പാടുകളെ അവതരിപ്പിക്കാൻ കഴിയുന്നു. 43,647 കോടി രൂപയുടെ വരുമാനം ഉണ്ടായി എന്നത് ടൂറിസം രംഗത്ത് കേരളം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുന്നു എന്ന അഭിമാനകരമായ മുന്നേറ്റമാണ് ഉണ്ടായത്. ഒട്ടേറെ പുതിയ പദ്ധതികൾ ആരംഭിച്ചു. ഡിസൈൻ പോളിസി എന്ന നിലയിൽ കാരവൻ ടൂറിസം, ഹെലി ടൂറിസം, ക്രൂയിസ് ടൂറിസം, സീപ്ലെയിൻ, നമ്മുടെ അഡ്വഞ്ചർ ടൂറിസം, സിനി ടൂറിസം, ബീച്ച് ടൂറിസം, അതോടെ പൈതൃക ടൂറിസം. അതുകൊണ്ട് നമുക്കറിയാം, ഇന്നത്തെ ഈ നമ്മുടെ വിവാഹത്തിന്റെ രീതിയിലൊക്കെ വലിയ ഡെസ്റ്റിനേഷൻ, വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ എന്നതൊരു വലിയ, നമ്മളിപ്പോൾ കാണുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പൊ ആളുകൾക്ക് ഹാളിൽ കല്യാണം കഴിക്കുന്നതിനൊന്നും വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ നേരത്തെ വീടുകളിലാണല്ലോ കല്യാണം അതൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി വളരെ പുറത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വിവാഹം, അതിനുള്ള ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്ന നിലയിൽ അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റമുണ്ട്. ടൂറിസം മേഖലയിൽ നടന്നിട്ടുള്ള ഒട്ടേറെ നവീനമായ ആശയം കേരളത്തിന്റെ ആഭ്യന്തര ടൂറിസത്തിലും പൊതുവിൽ ടൂറിസം മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പരിഷ്കാരങ്ങൾ കേരളം എന്നത് ലോക ടൂറിസം ഭൂപടത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരം
ഇന്ത്യയിൽ ലോകത്ത് കണ്ടിരിക്കുന്ന